ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ EGR, അതായത് നമ്മുടെ വാഹനങ്ങൾക്ക് EGR എന്ന് പറയുന്ന ഒരു യൂണിറ്റിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ട്. EGR എന്താണ്? എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് നമ്മുടെ EGR എന്ന് പറയുന്നത്. അപ്പോൾ EGR എല്ലാ വാഹനങ്ങൾക്കും ഉണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ വാഹനങ്ങൾക്ക് പെട്രോളിലാണെങ്കിലും ഡീസലിലാണെങ്കിലും രണ്ടിലും ഉണ്ട്. ആദ്യം ഇറങ്ങിക്കൊണ്ടിരുന്നത് ഡീസൽ വാഹനങ്ങളിലാണ്. പിന്നീട് അത് പെട്രോൾ വാഹനങ്ങളിൽ വന്നു, ഇടക്കാലം കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സെലീറിയോ, പുതിയ സ്വിഫ്റ്റ് ഡിസയർ, ഇതിനെല്ലാം സ്വിഫ്റ്റിന് ഉൾപ്പെടെ നമുക്ക് EGR വരുന്നുണ്ട്. അപ്പോൾ എന്താണ് EGR എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന, സാധാരണക്കാരന് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിക്കാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം എന്താണ് EGR. EGR എന്ന് ഞാൻ പറഞ്ഞത് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ. എക്സോസ്റ്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് സൈലൻസർ അല്ലെങ്കിൽ പുകക്കുഴൽ വഴി പുറത്തോട്ട് പോകുന്ന ആ ഒരു എയർ, അതിനെക്കുറിച്ചാണ് നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത്. ഈ എക്സോസ്റ്റ് ഗ്യാസ് ശരിക്കും പറഞ്ഞാൽ പുറത്തോട്ട് തള്ളിപ്പോകുന്നതാണ്. ഈ എക്സോസ്റ്റ് ഗ്യാസ് നല്ല രീതിക്ക് ബേൺ ചെയ്ത് പോകുന്നുള്ളതുകൊണ്ട് അതിനകത്ത്, അല്ലെങ്കിൽ ആ എക്സോസ്റ്റ് ഗ്യാസിനകത്ത് വേറെ കത്താനുള്ള ഒന്നുമില്ല. ഓക്സിജൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. ഓക്സിജൻ ചിലപ്പോൾ ഒട്ടും കാണത്തുമില്ലായിരിക്കും. ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസ് അല്ലെങ്കിൽ ഈ സൈലൻസറിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു എയർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സോസ്റ്റ് മാനിഫോൾഡ്, അതായത് എൻജിനിൽ നിന്ന് പുറത്തോട്ട് ഈ കത്തി വരുന്ന വാതകം പുറത്തോട്ട് പോകുന്ന എക്സോസ്റ്റ് മാനിഫോൾഡ് വഴിയാണ് സൈലൻസറിൻ്റെ പൈപ്പിലോട്ട് പോകുന്നത്. ഈ എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ തൊട്ട് ചേർന്ന് EGR എന്ന് പറയുന്നൊരു കുഞ്ഞ് യൂണിറ്റ് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു യൂണിറ്റാണ്. പലർക്കും സംശയമുള്ള പോലെ എക്സോസ്റ്റ് ഗ്യാസ് മുഴുവൻ സർക്കുലേറ്റ് ചെയ്യത്തില്ല. വളരെ കുറച്ച് എമൗണ്ട്, അതായത് വളരെ ചുരുങ്ങിയൊരു എമൗണ്ട് മാത്രം നമ്മുടെ ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമുക്കറിയാവുന്ന പോലെ, നമ്മൾ ശ്വസിക്കുന്ന പോലെ തന്നെ പുറത്തുനിന്നുള്ള വായു അല്ലെങ്കിൽ എയറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി എയർ ഫിൽട്ടർ വഴിയാണ് അത് അബ്സോർബ് ചെയ്ത് പൊടിയൊന്നും ഇല്ലാത്തൊരു എയറിനെയാണ് അകത്തോട്ട് എടുക്കുന്നത്. കാരണം ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ എയറിനെ അകത്തോട്ട് എടുക്കുന്നത്. ഈ എയർ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച്, അതായത് ഈ എയർ ഫിൽട്ടർ വഴി കയറി വന്ന് ഇൻലെറ്റ് മാനിഫോൾഡിലോട്ട് കയറുന്ന മുമ്പായിട്ട് ഈ എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്ന് EGRലോട്ട് കയറി EGR വഴി ഈ പറയുന്ന കുറച്ചൊരു ബേൺഡ് ഗ്യാസ്, അതായത് കത്തിയ ഗ്യാസിനെയും കൂടെ കയറ്റി വിടും. അപ്പോൾ എല്ലാവരും ചിന്തിക്കും, സാധാരണ എല്ലാ ഓക്സിജനും അല്ലെങ്കിൽ നല്ല എയറാണ് നമ്മുടെ വാഹനത്തിലോട്ട് കയറ്റി വിടുന്നത്, എന്തുകൊണ്ടാണ് ഈ ബേൺഡ് ഗ്യാസ് വിടുന്നത്? വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനത്തിൻ്റെ ടെമ്പറേച്ചറിനെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാനും മൈലേജിൻ്റെ എഫിഷ്യൻസി കൂട്ടാനും മെയിനായിട്ട് EGR വരുന്നത് പൊല്യൂഷൻ്റെ ബേസിലാണ്. കാരണം പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓവറായിട്ട് ഹീറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൽ നിന്ന് NOx എന്ന് പറയുന്ന നോക്സ് എന്ന് പറയുന്ന ഒരു വിഷവാതകം പുറത്തോട്ട് വരും. ആ വിഷവാതകം പുറത്തോട്ട് വരാതിരിക്കാൻ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് EGR ഇറക്കിയതിൻ്റെ കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളിങ്ങിൻ്റെ പർപ്പസും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസ് എല്ലാവർക്കും അറിയാം നല്ല ചൂടായിരിക്കും. ഈ ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ EGR എന്ന് പറയുന്ന ഒരു യൂണിറ്റിനകത്ത് തന്നെ ഒരു ചെറിയൊരു കൂളർ വരുന്നുണ്ട്. അതായത് നമ്മുടെ എൻജിൻ കൂൾ ചെയ്യുന്ന ഒരു കൂളർ പോലത്തെ, അല്ലെങ്കിൽ നമ്മുടെ റേഡിയേറ്ററിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്യുന്നത് EGRും കൂടെ വഴിയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം എൻജിൻ ടെമ്പറേച്ചറിന് കഴിഞ്ഞും ആ എൻജിൻ ടെമ്പറേച്ചർ തന്നെ നമുക്ക് എക്സോസ്റ്റ് ഗ്യാസിനകത്ത് വരുന്നുള്ളൂ. അതിൽ കൂടുതൽ ടെമ്പറേച്ചർ എക്സോസ്റ്റ് ഗ്യാസിനകത്ത്, അതായത് ഇൻലെറ്റ് മാനിഫോൾഡ്, ഞാൻ പറഞ്ഞ പോലെ എയർ എടുക്കുന്ന ഇൻലെറ്റ് മാനിഫോൾഡിലോട്ട് വരുന്ന ആ ഒരു എയറിനെ അത് തണുപ്പിച്ച്, അതായത് ആ എക്സോസ്റ്റ് പോകുന്ന ഗ്യാസ് തണുപ്പിച്ചിട്ടാണ് ഇൻലെറ്റിലോട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇൻലെറ്റ് മാനിഫോൾഡിലോട്ട് നമ്മുടെ ഈ ഒരു എയർ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഫ്രഷ് എയർ വലിച്ച് ഫ്രഷ് ഫ്യൂവലും കൂടെ ചെല്ലുന്ന സമയത്ത് നല്ല രീതിക്ക് ബേണിംഗ് ഉണ്ടാകുന്നതിന് പകരം കുറച്ചൊരു ഗ്യാസ്, അതായത് ഒരു ബേൺഡ് ഗ്യാസും കൂടെ അങ്ങ് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേണിങ്ങിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ബേണിങ്ങിന് എടുക്കുന്ന ആ ഒരു എന്നാ പറയുന്ന ഒരു പവർ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കും. അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് ഉണ്ടാകുന്നത്, കാരണം ഒത്തിരി ഫ്യൂവൽ കത്തുമ്പോഴാണ് ഹീറ്റ് കൂടുന്നത്. എന്നാൽ ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസ് ചെല്ലുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ഹീറ്റ് കുറയ്ക്കും, അല്ലെങ്കിൽ ആ ബേണിങ്ങിൻ്റെ ഒരു കപ്പാസിറ്റി കുറയ്ക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഓർക്കും ഇതന്നെ അങ്ങനെ. അപ്പോൾ ഫുള്ളായിട്ടുള്ള ബേണിങ് നടക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ സാധാരണ കുറച്ച് കൂടുതൽ ഫ്യൂവൽ ചെന്ന് കഴിഞ്ഞാൽ അൺബേൺഡ് ഗ്യാസസ് പുറത്തോട്ട് പോകുന്നതിന് പകരം ഫുൾ ബേൺഡ് ആയിട്ട് തന്നെ പോകത്തുള്ളൂ. അത് വേറൊരു കാര്യം കൂടെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജിൻ്റെ എഫിഷ്യൻസി കുറച്ചുകൂടെ കൂടും.
പിന്നെയുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വിഷവാതകം അല്ലെങ്കിൽ പൊല്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കും. ഇനി EGR-ൻ്റെ ഒരു കേസിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് ഫുള്ളായിട്ട്, അതായത് നമ്മുടെ എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്ന് വരുന്ന ഫുൾ ഗ്യാസിനല്ല സർക്കുലേറ്റ് ചെയ്യുന്നത്. EGR എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞ് യൂണിറ്റിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു സോളിനോയിഡ് വാൽവ് ഉണ്ട്. സോളിനോയിഡ് വാൽവ് എന്ന് പറഞ്ഞാൽ ഈ പറയത്തൊക്കെ വലിയ സംഭവമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ കൈ കൊണ്ട് പൊക്കുക താക്കുക ഇങ്ങനെ ചെയ്യുന്ന ഒരു യൂണിറ്റ് വർക്കിംഗ്. അതായത് ഞാനൊരു സാധനം പൊക്കി കഴിയുമ്പോൾ ഇതിലെ നേരൊരു ഫ്ലോ അങ്ങോട്ട് നടക്കും, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലോ ക്ലോസ് ആകും. അങ്ങനെ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് അതിനകത്ത് നടക്കുന്നത്. അതായത് EGR എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് ഒരു സോളിനോയിഡ് വാൽവ്, ഈ സോളിനോയിഡ് വാൽവ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഒരു കറണ്ട് അവിടെ കൊടുക്കുന്ന സമയത്ത് ഒരു വാൽവിന് അത് പൊക്കും, അവിടെ ഒരു മാഗ്നറ്റൈസ്ഡ് ആകും. അന്നേരം ഈ ഒരു വാൽവിന് അത് പൊക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ ഫംഗ്ഷൻ നടക്കുന്നത്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് ഈ ഫംഗ്ഷൻ നടക്കുന്ന പറഞ്ഞാൽ സഡനായിട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോഴല്ല നടക്കുന്നത്. നമ്മൾ നോർമൽ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത്, അതായത് ഒരു 40 to 50 ആ റേഞ്ചിനകത്തൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് ഇതിൻ്റെ സർക്കുലേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ ഓവറായിട്ട് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് സോളിഡ് ഫുൾ ക്ലോസ്ഡ് ആവും. അങ്ങനെ ഫുൾ ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡനായിട്ട് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വാഹനത്തിന് ഏറ്റവും കൂടുതൽ പിക്കപ്പ് വേണ്ട ഒരു സമയമാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ പിക്കപ്പ് വേണ്ട സമയത്ത് എക്സോസ്റ്റ് ഗ്യാസും കൂടെ കയറുകയാണെങ്കിൽ പവർ ലോസ് ഉണ്ടാവും. അങ്ങനെ പവർ ലോസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം, അതായത് ഈ സോളിനോയിഡ് എന്ന് പറയുന്ന യൂണിറ്റ് ഓവറായിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു കയറ്റമൊക്കെ കയറുമ്പോൾ ആക്സിലേറ്ററിൻ്റെ കണക്ക് നോക്കി സോളിനോയിഡ് വാൽവ് വർക്ക് ചെയ്യത്തുള്ളൂ. ആക്സിലേറ്റർ മാത്രമല്ല എല്ലാ കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ O2 സെൻസർ, അതായത് ഓക്സിജൻ സെൻസർ, നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾക്കെല്ലാം 2 O2 സെൻസർ വരുന്നുണ്ട്. ഓരോ O2 സെൻസർ, അതായത് സൈലൻസറിലോട്ട് മാനിഫോൾഡിൽ നിന്ന് വന്ന് സൈലൻസറിലോട്ട് കയറുന്ന സമയത്ത് ഒരു O2 സെൻസർ വരുന്നുണ്ട്. കാറ്റലിറ്റിക് കൺവേർട്ടറിൽ കൂടെ കയറി വന്ന് കഴിയുമ്പോൾ രണ്ടാമത്തെ O2 സെൻസർ ഉണ്ട്. ഈ സെൻസർ ചെക്ക് ചെയ്യുന്ന എത്രത്തോളം ഓക്സിജൻ്റെ അളവുണ്ടെന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ വാഹനത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഗ്യാസിനകത്ത് എത്രത്തോളം ഓക്സിജൻ്റെ അളവ്, എത്രത്തോളം ഫ്യൂവലിൻ്റെ അളവ്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഇതിനനുസരിച്ചാണ് എക്സോസ്റ്റ് ഗ്യാസ് കയറ്റി വിടുന്നതും കൂടെ സെൻസ് ചെയ്യുന്നത്. അപ്പം ഈ കാരണം കൂടെ വരുന്നുണ്ട് നമ്മുടെ EGR വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ EGR-ന് വരുന്ന കംപ്ലയിൻസിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കൂടുതലും ഡീസൽ വാഹനങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ പെട്രോൾ വാഹനങ്ങൾക്ക് വരുന്നുണ്ട്, അത്രയും പ്രശ്നം വരുന്നില്ല. എന്നാൽ ഡീസൽ വാഹനങ്ങൾക്ക് വരുന്ന ഏറ്റവും കൂടുതലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് കരിപ്പുക വരും. അത് ഈ അൺബേൺഡ് ഗ്യാസസ് കൂടുതൽ, അതായത് ഡീസൽ കൂടുതൽ കത്തി കരിപ്പുക വരുന്ന സമയത്ത് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് EGR ക്ലീൻ ചെയ്യണം. EGR ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു പീരീഡ് ഉണ്ട്, അതായത് ഒരു 30,000 കിലോമീറ്റർ എന്നുള്ളൊരു പീരീഡ് EGR ക്ലീനിങ്ങിന് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് അത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാർബണിൻ്റെ ഡെപ്പോസിറ്റ്, എല്ലാവർക്കും അറിയാം എക്സോസ്റ്റിൽ നിന്ന് വരുന്ന കരി, കുറച്ചെങ്കിലും ഒരു കരി വരുന്നുണ്ട്. ഈ കരി കാലക്രമേണ ഇത്രയും ഇതിനകത്ത് അടഞ്ഞിരുന്ന് ഈ പറഞ്ഞ സോളിനോയിഡ് വാൽവ്, അതായത് ഈ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന വാൽവ് സ്റ്റക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സ്റ്റക്കാവുന്ന സമയത്താണ് ഏത് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഓപ്പൺ ആയിരിക്കും. അങ്ങനെ ഈ ഒരു സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മളൊരു കയറ്റം കയറുക അങ്ങനെയൊക്കെ ചെയ്യും, ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പുക പുറത്തോട്ട് തള്ളുന്നതും വണ്ടിക്ക് വലിമടുപ്പുണ്ടാകുന്നത്. ഇങ്ങനത്തെ പല കേസുകളുമാണ് കസ്റ്റമേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതാണ് പുള്ളിങ്ലെസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം. നമ്മുടെ വാഹനത്തിൽ പുള്ളിങ്ലെസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് ഈ പറഞ്ഞ പോലെ EGR-നകത്ത് കരി കയറി അടയുമ്പോഴാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ കുഞ്ഞൊരു ടോപ്പിക്കാണ്, കാരണം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു പോയത്. എല്ലാവർക്കും മനസ്സിലാകാൻ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് കൊടുക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട്, അതായത് എനിക്കിതിൻ്റെ ഫുള്ളായിട്ടൊന്ന് അഴിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. അഴിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എനിക്കൊന്ന് ഇടുകയാണെന്നുണ്ട്, ഒരു കമൻസോ വല്ലതും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷുവറായിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഇതിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ എല്ലാവർക്കും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ബെൽ ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.